കുറച്ച് നാളായി കുക്കിംഗ് വീഡിയോ ഒക്കെ എടുത്തിട്ട് വീഡിയോ ഇപ്പോൾ എടുക്കാറുള്ള സമയം കിട്ടാറില്ല. തിരക്കായതുകൊണ്ട് ഓരോ കാര്യങ്ങളും, ഓഫീസിൽ തിരക്ക്, വീട്ടിലെ തിരക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായില്ലായിരുന്നേ. അപ്പോൾ നമ്മുടെ വ്ളോഗ് 2യിലേക്കാണ് സ്വാഗതം. എല്ലാവരും ആദ്യമേ തന്നെ പറയുകയാണ്, വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്നൊരു മീൻകറിയാണ് വയ്ക്കുന്നത്. ചെമ്പല്ലി ആണെന്ന് എനിക്ക് തോന്നുന്നു മീനാണ്. അത് കുറച്ച് മേടിച്ചിട്ടുണ്ട്. അതൊന്ന് കറി വയ്ക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടാണ്, മാങ്ങ ഇട്ടിട്ടാണ്. മുളക് വെച്ചിട്ടുണ്ട്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പിന്നെ നമ്മുടെ മല്ലിയിലയുണ്ട്, മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് മീനാണ്. ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കടുക് വറുക്കാനാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കാൻ പോവുകയാണേ. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാവേ. ഓക്കെ. ആദ്യം നമ്മൾ മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി ഇടുന്നുണ്ട്. ഞാനെല്ലാം കൈ കൊണ്ടാണ് ചെയ്യുന്നത്. കൈയൊക്കെ കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ. സോപ്പിട്ട് കഴുകി എല്ലാം അരിഞ്ഞ് പെറുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ കൈയൊക്കെ സോപ്പിട്ട് കഴുകിയതാണ്. ഇപ്പിടട്ടെ. വെള്ളം തിളപ്പിക്കാനായിട്ട് ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിരിക്കുന്നതാണ്, രാത്രിക്ക് തന്നെ കുടിക്കാനായിട്ട്. ഉപ്പ് ഇട്ടു. പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിരിക്കണം. ഇത് തലപ്പാൽ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കുറച്ച്. ഇത് തേങ്ങാപ്പാൽ. നമ്മൾ ഇവിടെ പൈപ്പ് ഇത് ശരിയല്ലാത്തതുകൊണ്ടേ നമ്മളൊരു ബുഷ് പോലൊരു സംഭവം മേടിച്ചിട്ടു. വെള്ളം ചീറ്റി ഒഴുകുമായിരുന്നേ. അതുകൊണ്ട് അവിടെ അടുക്കളയെല്ലാം നിറച്ചു ആകുമായിരുന്നു. അപ്പോൾ നമ്മളൊരു ബുഷ് മേടിച്ചിട്ട് നമ്മുടെ ഉള്ളിയും മുളകും എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചിട്ടു. ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഒരുമിച്ചിട്ടു. ഇനി നമുക്ക് തേങ്ങാപ്പാൽ കുറച്ച് ഒഴിക്കാവേ. തേങ്ങാപ്പാൽ ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഒത്തിരി വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ലേശം കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. ലേശം മല്ലിപ്പൊടി കൊഴുപ്പ് കിട്ടാനാണ് കേട്ടോ. ചിലപ്പോൾ അല്ലെങ്കിൽ വെള്ളം പോലെ കിടന്നാലോ എന്ന് ഓർത്തിട്ടാണേ. അങ്ങനെ കിടന്നാലൊരു സുഖമില്ല. പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടു, ചെറിയുള്ളി ഇട്ടു, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നമ്മൾ മുളക് പൊടിയും ഇട്ടു. ഇത്തിരി എരിവ് വേണ്ട. അതുകൊണ്ട് നമുക്ക് ഒരു 1 കിലോ മീനേ ഉള്ളൂ. ചെമ്പല്ലിയാണ് മേടിച്ചിട്ടോ. ഞാനത് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെക്കാവോ എന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഞാനൊന്ന് വെച്ച് നോക്കുവാണ് എങ്ങനെയുണ്ടെന്ന് അറിയാനാണ് കേട്ടോ. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വയ്ക്കുവാണേ. നമ്മൾ ഇതെല്ലാം ഒന്ന് ഇളക്കിയേ, മുളക് പൊടിയും ഇതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യുവാണേ. കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ. കറിവേപ്പിലയുടെ തണ്ടും ഇങ്ങോട്ട് ഇട്ടേ. കറിവേപ്പില ഔഷധ ഗുണമുള്ള സാധനമാണല്ലോ. അത് എത്ര ഇട്ടാലും വലിയ കുഴപ്പമില്ലയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് നമ്മൾ വെച്ചു. ഗ്യാസ് ഇന്ന് മാറ്റിയതേ ഉള്ളൂ, കാരണം നമ്മുടെ ഗ്യാസ് തീർന്നായിരുന്നേ. ഞാനിവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് ചെയ്യുമ്പം ഗ്യാസിന് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചേ ഉപയോഗിക്കുള്ളൂ. ഇവിടെ വരുന്നവർ ഗ്യാസ് ഉപയോഗിക്കുമ്പം വളരെ കൂടുതലായിട്ടാണ് ഗ്യാസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരു ശകലം കൂടി ഇടാം, കാരണം കളറില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെക്കുന്ന കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചത്. 2 ദിവസത്തേന് ഇരിക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി നമ്മളിച്ചിരി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടു കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ലോണം തിളയ്ക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മാങ്ങയിടാം.
മാങ്ങ ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാവേ. കുറച്ച് തേങ്ങാപ്പാൽ ബാക്കി ഇരിപ്പുണ്ട്. അത് നമ്മൾ അപ്പത്തിന് അരയ്ക്കാം. നാളെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണേ. അപ്പത്തിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുമോ ഞാനിപ്പോൾ തൽക്കാലം. കാരണം അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന് ഒപ്പം വയ്ക്കാമെന്ന് അപ്പത്തിന് അരയ്ക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുവാണേ. നമ്മളുടെ കറി തിളച്ചു. അപ്പം ഞാൻ മാങ്ങ ഇടാൻ പോവുകയാണേ. മാങ്ങ ഇട്ടു കേട്ടോ. ഇനി ചെയ്യേണ്ടത് മാങ്ങയും കൂടി തിളച്ച് കഴിയുമ്പം നമുക്ക് മീൻ ഇടണം. മീൻ ഇട്ട് കഴിഞ്ഞ് ഇനി മാങ്ങയും അരപ്പും എല്ലാം കൂടി തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒത്തിരി ചാറ് വെച്ചിട്ടില്ല കേട്ടോ. കാരണം ഒത്തിരി ചാറ് വേണ്ടാന്ന് വെച്ചിട്ടാണ്. മീൻ കുറവല്ലേ, 1/2 കിലോ മീനല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനിടാം. നല്ലോണം തിളച്ചു. മാങ്ങയും എല്ലാം കൂടെ തിളച്ചേ. അപ്പം ഞാൻ മീൻ പെറുക്കിയിടും. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാണ് കേട്ടോ. അപ്പോൾ അതങ്ങ് പെറുക്കിയിടുവാണേ. കൈ കൊണ്ട് തന്നെ പെറുക്കിയിടാം. കാരണം സ്പൂണും കൊണ്ട് പെറുക്കിയിടുമ്പേ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നമുക്ക് പെറുക്കിയിടാം കേട്ടോ. കാരണം ഈ ഫ്രൈ പാൻ ആയതുകൊണ്ടാണ് നമുക്ക് മീനിട്ടു. നമ്മൾ തലപ്പാൽ ഒഴിച്ചു കേട്ടോ. ആദ്യം പിഴിഞ്ഞ് വെച്ച പാലും കൂടി ഒഴിച്ചു. ഒഴിച്ച് നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മീനെ തൊടാണ്ടാണ് ഞാൻ സ്പൂൺ തിളക്കണേ കേട്ടോ. പിന്നെ മീൻ പൊടിഞ്ഞ് പോകില്ല. വലിയ കഷ്ണമായതുകൊണ്ടേ, വലിയ കഷ്ണം മീനാണേ. അപ്പം അതുകൊണ്ട് അങ്ങനെ പൊടിയില്ല. മീൻ കറി സെറ്റായിട്ടുണ്ട്. നിങ്ങളാരെങ്കിലും ഇങ്ങനെ മീൻ കറി എന്താ പറയുക, തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വയ്ക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും ട്രൈ ചെയ്തു. ഉള്ളി മൂപ്പിച്ച് കറിവേപ്പില എല്ലാം കൂടി ഇട്ടു കേട്ടോ. നമ്മളിവിടെ വെച്ച മല്ലിയില ഞാനങ്ങ് ഇട്ടു. ഒപ്പം കുറച്ച് കറിവേപ്പില കൂടി ഇടാം അല്ലേ. കറിവേപ്പില നല്ലതല്ലേ. കറിവേപ്പില ഇട്ടു. അപ്പം നമ്മുടെ കറിയുടെ അവസാനം ഇതാണ് കണ്ടോ. തേങ്ങാപ്പാലൊക്കെ നല്ല ചേർന്ന് നല്ലോണം ഒന്ന് കുറുകി. ഇനി നമ്മൾ ഊണ് കഴിക്കാൻ നേരത്ത് എടുക്കത്തുള്ളൂ. ഓക്കെ. എൻ്റെ മീൻകറി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് വച്ച് നോക്കണേ.